ഹലോ എവരിവൺ. ചില വ്യൂവേഴ്സ്, യൂട്യൂബ് വ്യൂവേഴ്സ് എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി ഈ വീഡിയോയുടെ തരുവാണ്. പുതിയ ബിസിനസ്സിൽ റിസ്ക് എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ഈ റിസ്ക് ഇല്ലാതെ ഒരിക്കലും ലോകത്ത് ബിസിനസ്സും ഇല്ല. റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ബിസിനസ്സിലോട്ട് ഇറങ്ങാതെ ജോലിക്കൊക്കെ പോകുന്നതിന് കാര്യം. അപ്പം ജോലിക്ക് പോകുമ്പോൾ അതിനകത്ത് റിസ്ക് ഇല്ലല്ലോ, അതിനകത്ത് മിനിമം സാലറി കിട്ടും. അപ്പം ഇവിടെ റിസ്ക് എടുക്കാതെ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് പഠിക്കുക എന്നുള്ളതാണ്. ബിസിനസ് പഠിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെ നിരന്തരമായി പഠിക്കുകയും ലിസണറാവുകയും നമ്മളുടെ ഈഗോ ഉള്ള ഒരാൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഈഗോ ഉള്ള ഒരാൾക്ക് ലിസണറാകാൻ പറ്റില്ല. അയാൾക്കെല്ലാം അറിയാമെന്ന് തോന്നും. അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അയാൾക്കെല്ലാം അറിയാമല്ലോ, പിന്നെ അയാൾ ലിസണറായിരിക്കില്ല. അപ്പോൾ ലിസണറാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ വലിയ സക്സസ് ആയിട്ടുള്ളവരെല്ലാം എല്ലാവരും നിരീക്ഷിച്ചാൽ മതി, അവർ നല്ല ലിസണേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ലിസണിങ് കപ്പാസിറ്റി നമ്മൾ കൂട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ശിഷ്യനായിരിക്കണം. നല്ലൊരു ശിഷ്യനെ നല്ലൊരു ഗുരു ആകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കുക. പഠിച്ച ശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ കുറയും. ആ മിസ്റ്റേക്കുകൾ കുറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും. അതേസമയം നമ്മൾ പഠിക്കുന്നില്ല, മിസ്റ്റേക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പുറകോട്ട് പോകും, ബിസിനസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം ആ സംരംഭകൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ. പിന്നെ വേറൊരെണ്ണം, ബിസിനസ്സിൽ മെൻറ്ററുടെ സഹായം ആവശ്യമുണ്ടോ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ മെൻറ്ററിൻ്റെ ഡെഫിനിഷൻ നെറ്റിൽ കിടക്കുന്ന ആദ്യം ഞാൻ വായിക്കാം. എ മെൻറ്റർ ഈസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഇൻഡിവിജ്വൽ ഹൂ ഗൈഡ്സ്, സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് എ ലെസ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. മെൻറ്റി എന്ന് പറയുന്നത് ശിഷ്യൻ, മറ്റേത് ഗുരു എന്ന് വേണം പറയാം. മെൻറ്റർ ഇൻ ദ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റും അവിടെ സംഭവിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ വ്യക്തിപരമായി ആദ്യം നമ്മൾ മാറേണ്ട, ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്രൊഫഷണലിലും മാറണം. രണ്ടും കണക്റ്റഡാണ്. വ്യക്തി മാറാതെ പ്രൊഫഷണലിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല. സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എഴുതി വായിച്ചേക്കുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ ക്ലിയർ ആകത്തില്ല. രണ്ടും ഇമ്പോർട്ടൻ്റാണ്. പേഴ്സണലിലും പ്രൊഫഷണലിലും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ വ്യക്തി മാറാതെ അയാളുടെ ബിസിനസ്സോ അയാളുടെ സംരംഭമോ ഒന്നും നേടാൻ പോകുന്നില്ല. വ്യക്തി മാറാതെ അയാളുടെ ജോലി ചെയ്യുമ്പോൾ അയാളുടെ ജോലിയിൽ മാറ്റമോ അതിലൊരു വളർച്ചയോ ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഇതാണ് ഒരു മെൻറ്ററിൻ്റെ വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആളാണ്. ലെസ് എക്സ്പീരിയൻസ്ഡ് ആൾക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്, ഒരു പ്രോസസ്സാണിത്. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് മെൻറ്റർ: ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അയാൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. ചിലർക്കേ ഉള്ള ആ കഴിവുള്ളൂ. ഒരു കാര്യം കഥകളിലൂടെയും അയാളുടെ അനുഭവത്തിലൂടെയൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ മറ്റേ ക്ലിയർ ആവും. അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഒരു സക്സസ്ഫുൾ മെൻറ്ററാകാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അത് വേറെ ആർക്കും, എൻ്റെ അനുഭവം വേറെ ആർക്കില്ലല്ലോ, അത് വേറെ ആർക്കും അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അനുഭവം കൂടെ കൂട്ടി പറയുമ്പോഴേ ഉള്ളൂ വേറെ ആർക്കും മനസ്സിലാകത്തുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല നമ്മുടെ എക്സ്പേർട്ട്, നമ്മളതിനകത്ത് എക്സ്പേർട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ആ കാര്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതിനകത്ത് ഒരു അവബോധം ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് അറിവ് കൂടുതലായിരിക്കും. പിന്നെ ആക്റ്റീവ് ലിസണിങ് സ്കില്ല്. അയാളൊരു ലിസണറായിരിക്കും മെൻറ്റർ എപ്പോഴും. കാര്യം അയാൾ കേൾക്കുകയോ ചെയ്യുന്നത് കൂടുതലും. കേൾക്കുമ്പോഴാണ്
ആ മെൻറ്റിയുടെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ പിടികിട്ടത്തില്ല. അപ്പോൾ ആ പ്രശ്നത്തിന് സൊല്യൂഷനാണ് അയാൾ കൊടുക്കേണ്ടത്. അപ്പോൾ അയാൾ നല്ലൊരു ലിസണറായിരിക്കും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് മെൻറ്ററിങ് ഉണ്ട്. ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. ഈ മെൻറ്റിക്ക് കിട്ടുന്നത് കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും. കാര്യം അതിനകത്ത് അടുത്ത കാര്യം പറയുന്നുണ്ട്, ഇംപ്രൂവ്ഡ് സ്കിൽ ആൻഡ് നോളജ്. സ്കില്ല് കൂടുക ഇതിലൂടെ. പലതരം സ്കിൽസാണ് വരുന്നത്. ഇപ്പം ലീഡർഷിപ്പ് സ്കിൽ, ഇങ്ങനെ പല സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകൾ കൂടുകയും അറിവ് കൂടുകയും ചെയ്യും. അപ്പോൾ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. ഇതാണ് മെൻറ്റിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. പിന്നെ എൻഹാൻസ്ഡ് പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതൊരു കുരുക്കായി പ്രോബ്ലം എന്ന് പറയുന്നത്. അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരിക്കലും അത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വന്നാൽ പ്രശ്നമേ അല്ല. അപ്പോൾ അത് ഒരു പ്രശ്നമല്ല. കാര്യം അത് സോൾവ് ചെയ്യുന്നവരെ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഇന്നിപ്പം ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അന്നൊന്നും നെറ്റുള്ള കാലമല്ല. അപ്പം ഞാൻ പോയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം അവർ പറഞ്ഞത് ചില കാര്യങ്ങളായിരിക്കും, അവർക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഗുരുവിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുക. അപ്പം വേറെ കുറച്ച് ആൾക്കാർ ശിഷ്യന്മാരുണ്ട്. അവർ ഗുരു ഫുഡ് കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്കകത്തെ ഫുഡ് കഴിക്കുക. അപ്പം ഞാൻ കഴിക്കുന്നത് സ്പീഡിലാണ് കഴിക്കുന്നത്. പക്ഷേ അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ ചോറ് വായി വെച്ച് പുള്ളി ഇങ്ങനെ ചവച്ചരച്ച് ആ സലവയായിട്ട് മിക്സാക്കി പതുക്കെ കഴിക്കുന്നത്. അത് ശരിക്കും പ്രസൻസ് മൂമെൻറ്റ് അവയർനെസ് തന്നെയാണ് സംഭവം. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാനേ പറ്റുന്നില്ല. ഞാൻ സ്പീഡിലാണ് കഴിക്കുന്നത്. അത് ചവയ്ക്കുന്നു വിഴുങ്ങുന്നു, ചവയ്ക്കുന്നില്ല, പകുതി ചവയ്ക്കുന്നു വിഴുങ്ങുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കും നമുക്ക് സംഭവിക്കുന്നത്. നമ്മളിൽ ഒരു പരിവർത്തനം സംഭവിക്കുക. ഇത് ഗുരുവിന് പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. കാര്യം അവരും ചിലപ്പോൾ സ്പീഡിലായിരിക്കും കഴിക്കുന്നത്. അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. അപ്പം ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഫുട്ബോൾ എല്ലാം ഗുരുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ബിസിനസ്സിനകത്ത് അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവനാഴിയിൽ കുറച്ച് അമ്പുകളുണ്ടെങ്കിൽ ഈ അമ്പുകളെല്ലാം ഏത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഉദ്ദേശത്തിനടുത്ത് കൊണ്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതായി നടക്കത്തില്ല. അപ്പോൾ പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗുരു ഉള്ളത്. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ അത് അമ്പയക്കണം, അത് കറക്റ്റ് ആക്കണം എന്ന് പറയുന്ന പോലെ ഒരു ഗുരുവിൻ്റെ ഒപ്പം ഇരിക്കുമ്പോഴാണ് നമ്മളിൽ പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പം ഈ മെന്റർ വേണോ എന്ന് ചോദിച്ചാൽ വേണം. പിന്നെ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മെന്ററിനെ അവർ കണ്ടെത്തുന്നില്ല, അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല, അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ലാതെ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കും, ബിസിനസ് ചെയ്യും, ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്കുകളുടെ കൂമ്പാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ആ ഗുരുവിൻ്റെ അടുത്ത് എന്നുകൊണ്ടാണ് ഞാൻ എങ്ങനെ ആഹാരം കഴിക്കണമെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് എൻ്റെ മകന് ഉണ്ണിക്കുട്ടന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, അല്ലെ മോള് പിള്ളേർക്ക് എൽസ അന്ന ഇവർക്കൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. എനിക്ക് അറിയത്തില്ലെങ്കിലോ? അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഗുരു വേണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വൈഫിൻ്റെ പേര് ദീപയാണ്. ദീപയോട് ഞാൻ പറഞ്ഞു, ഉണ്ണിക്കുട്ടൻ്റെ കാര്യത്തിന് വേണ്ടി നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനിപ്പം ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം, കറക്റ്റ് ഗുരുവിൻ്റെ അടുത്ത് കോച്ചിൻ്റെ അടുത്ത് വിടുക. അത്രമാത്രം ചെയ്താൽ മതി, അവനതിനകത്ത് ഡെവലപ്പായി വന്നോളൂ. എക്സാമ്പിൾ പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ $50,000 ഓരോ മാസം അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ അമ്മ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ടാണ് കുട്ടിക്കാലത്ത് ഫീസൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഫീസെല്ലാം കൊടുത്തോണ്ടിരുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയൊക്കെ. അപ്പം ആ അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു ഫുട്ബോൾ പ്ലെയർ ആകാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഈ $50,000 കുറവാണെന്നാണ് പുള്ളി പറയുന്നത്. ആ രൂപ അമ്മയ്ക്ക് എല്ലാ മാസം കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ ദീപയോട് പറഞ്ഞത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ എന്താണോ ഇഷ്ടം, അവൻ എന്താണോ അവൻ്റെ പാഷൻ, അത് കറക്റ്റായിട്ട് ഗുരുവിൻ്റെ അടുത്ത് നീ എത്തിക്കുക അവനെ. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ രീതിയിൽ അവൻ വിജയമായി കഴിഞ്ഞാൽ നിന്നിലേക്ക് പണം വന്നോളും. അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുവിന്. അതുകൊണ്ട് നിങ്ങൾ ഗുരുമുഖത്തു നിന്നാണ് എല്ലാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. അതിന് എത്രമാത്രം ഗുരുക്കന്മാരുണ്ടോ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓരോ സ്പെഷ്യാലിറ്റിക്കും ഓരോ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ പലതാണ്, പല കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സ്പോർട്സിൽ കാണും, അങ്ങനെ പല കാര്യം നിങ്ങൾ കാണും. ഇതെല്ലാം ഗുരുക്കന്മാരുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ.